ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആള്. അവിടെ നിന്നാണ് ഞങ്ങൾ പ്രണയിക്കുന്നത്. അന്ന് പ്രണയം തുടങ്ങി. ആരാണ് ആദ്യം പ്രണയം പറഞ്ഞത്? ഒരാഗ്രഹം എന്തായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ? ഒരു ആഗ്രഹം ജേർണലിസ്റ്റ് ആണ്. അതല്ലോ, അപ്പുറത്തിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്റ്റഡ് ബൈ സനൽ വി ദേവൻ എന്ന് എഴുതി കാണുമ്പോൾ സനലിൽ എത്ര സന്തോഷമുണ്ടോ അതേ സന്തോഷം തന്നെയാണ് എനിക്കും. ആ ഒരു പ്രോസസ്സും ആ ഒരു ജേർണിയും അറിയാവുന്നതുകൊണ്ട്. കഴിവുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവസരങ്ങൾ നമ്മളെ തന്നെ തേടി വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമസ്കാരം. പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ നിന്ന് ഒരേ ആളുകൾ നമ്മൾ കൊണ്ട് ഇപ്പം പ്രിയപ്പെട്ട കലാകാരി സരയു ആണ് എന്നോടൊപ്പം. സരയു, നമസ്കാരം. എന്തുണ്ട് വിശ്വാസമൊക്കെ? നല്ല വിശേഷം. നല്ലൊരു പ്രോഗ്രാമിൽ വന്നതാണ്. അതെ അതെ, ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ സ്കിറ്റുകൾ എഴുതുന്ന, റേറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതെ അതെ. എങ്ങനെയാണ് സരയു ഇതിലേക്ക് ബന്ധപ്പെടുന്നത്? എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞാൻ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പലരും ഉണ്ടായിരുന്നു, സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലും ഇവരൊക്കെ, പിന്നെ എല്ലാവരും സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ളവരാണല്ലോ. അങ്ങനെ എല്ലാവരെയും അറിയാവുന്നവരാണ്, സുഹൃത്തുക്കളാണ് മിക്കവരും. ആ ഒരു കൂട്ടായ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത ഷോ മിസ് ചെയ്തു. അതൊരു രസകരമായിട്ടുള്ള കുറച്ച് നാളുകളായിരുന്നു. ഒരു കോമഡി ഷോ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കിറ്റും പെർഫോമൻസും അതിലൂടെ കടന്നു വന്ന ഒരുപാട് പേര് പിന്നെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് വളരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്ത് പെട്ടത്. കുറേ നാളെ അങ്ങനെ ഒരു ഷോ ചെയ്തിട്ട്. അതെ, നമുക്കിപ്പം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരുണ്ട്. ചില വീട്ടിൻ്റെ അടുത്ത് മാത്രം സ്റ്റേജ് കെട്ടി കളിക്കുന്ന അങ്ങനത്തെ കുറേ കുട്ടികളെ വരെ ഞാൻ കണ്ടിരുന്നു. രാവിലെ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. സരവ് വന്നപ്പോഴും കണ്ടു കുറേ ആൾ പെർഫോമൻസ് കൊണ്ടാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു വേദി, ഇപ്പം റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോൾ വേദികളായി തുടങ്ങി. ഇപ്പം ഇങ്ങനെ ഒരു മിന്നും താരമെന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ പ്രോഗ്രാം. അവർക്ക് 50,000 രൂപയാണ് പ്രൈസ് മണി എന്ന് കൊടുക്കുന്നത് സെലക്ട് ചെയ്തിട്ട്. ഇങ്ങനെയുള്ളവർക്ക് ഈ അവസരങ്ങൾ, സിനിമയിലേക്ക് വേണ്ടത്ര അവസരം കിട്ടാതെ പോകുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സരയു കാണുന്നത്? അല്ല, കഴിവുണ്ട്, പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവസരങ്ങൾ നമ്മളെ തന്നെ തേടി വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ സിനിമകളെടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരൊക്കെ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ അവസരത്തിനൊക്കെ ഇഷ്ടംപോലെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്, കമ്പാരിറ്റീവ്ലി പഴയ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ. പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളത് അവരുടെ കഴിവിൻ്റെയും അവരുടെ അപ്ഡേഷനെയും അനുസരിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നി. പറഞ്ഞ പോലെ തന്നെ ആളുകളും കൂടുതലാണ്, ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. കഴിവുള്ളവർ തന്നെയാണ്, എല്ലാവരും നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് വരുന്നവരാണ്. അപ്പോൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് അവരവരുടെ കഴിവിനനുസരിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഈ സരയു സ്റ്റേജ് ഷോകൾ ചെയ്ത് ഒന്ന് ആങ്കർ ചെയ്ത് വന്നു, പിന്നെ സ്റ്റേജ് ഷോകൾ ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ചെയ്ത ഷോ ഓർക്കുവാണെങ്കിൽ ഏതായിരിക്കും ഓർമ്മ വരിക? ചാനലിലാണോ? ചാനലിൽ ഞാൻ ഫസ്റ്റ് ചെയ്യണത് ജീവൻ ടിവിയിലൊരു പ്രോഗ്രാമാണ്. സ്കൂളിൽ +2 പഠിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. അത് ഒരു ഷോയുടെ 2 പാർട്ടായിരുന്നു. ഒരു പാർട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ആളുകളോട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ആങ്കർ ചെയ്യാൻ പോകുന്നത് അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ACVയിൽ ഒരു ഓണത്തിന് 2 ഒരു സ്പെഷ്യൽ ഷോ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് ജീവൻ ടിവിയിലാണ്. എത്ര നാളുണ്ടായിരുന്നു? എന്തായാലും ഒരു വർഷത്തിനടുത്ത് ഉണ്ടായിരുന്നു. +2 പഠിക്കുമ്പോഴാണ്. അതെ, പഠിക്കുമ്പോഴേ. അപ്പോൾ ഏത് ദിവസമാണ് ഷൂട്ട് നടക്കുന്നത്? എക്സാക്ട് ഓർമ്മയില്ല കേട്ടോ. വൈകുന്നേരം ഒക്കെ ആയിരുന്നു. സാറ്റർഡേ സൺഡേസ് ഒക്കെ ആയിരുന്നു പോവാറുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ. എനിക്ക് ആ ടെക്സ്റ്റൈൽസിൽ പോയി ഷൂട്ട് ചെയ്ത പോർഷൻ, അങ്ങനെയുള്ള പോർഷൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ചെയ്യണത് അങ്ങനെ ഒരു സംഭവമാണ്. അവിടെ നിന്നുള്ള ഒരു യാത്രയാണോ ശരിക്കും? അത് ഈ കമ്പയർ ചെയ്തുകൊണ്ട് അവിടെ നിന്നാണോ പിന്നീട് സരയുടെ യാത്ര തുടങ്ങുന്നത്? ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏതോ മേഖലയാന്നൊക്കെ ആയിരുന്നു അന്നത്തെ ചിന്ത എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അത്ര ഓപ്പൺ ആയിരുന്നല്ലോ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ ഇല്ല, ഇതൊക്കെ എങ്ങനെ റീച്ച് ചെയ്യണം നമുക്കറിയില്ല. അങ്ങനെ പറ്റിയ സപ്പോർട്ടോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ല നമ്മുടേത്. അതൊക്കെ ഏതോ ഒരു വിദൂരമായിട്ടുള്ള ലോകം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അങ്ങനെ ആക്സിഡൻ്റലി ഞാൻ ഈ +1 വെക്കേഷൻ സമയത്ത് ഒരു സ്റ്റോളിൽ ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ഒരു വർക്ക് പോലെ. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ലോഹിദാസ് സാറിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട്, ഒരു മോഡൽ കോർഡിനേറ്റർ ത്രൂ വന്ന് പരിചയപ്പെട്ട് എൻ്റെ ആൽബത്തിന് വിളിക്കുന്നത്. അപ്പൊ ഈ ആൽബങ്ങൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇന്നത്തെ റീല് പോലെയായിരുന്നു അന്ന് ആൽബങ്ങൾ. അങ്ങനെ ആൽബം ചെയ്തു. പിന്നെ അതിനെ കണക്ട് ചെയ്ത് ആഴ്ചപ്പതിപ്പിലൊരു കവർ വന്നു. അന്ന് ആഴ്ചപ്പതിപ്പിൽ നിന്നാണ് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു സീരിയൽ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഈ ഒരു ചാനലിൽ ഷോ ചെയ്തു.
അങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ പതുക്കെ ഈ ട്രാക്കിലോട്ട് വരികയായിരുന്നു. അല്ലാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തൊന്നും വന്നതല്ല. ഒരാഗ്രഹം എന്തായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ? ഒരു ആഗ്രഹം ജേർണലിസ്റ്റ് ആവണം, അതല്ലോ. അപ്പുറത്തിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് വേണ്ടാന്ന് വെക്കാൻ കാരണം? സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു പ്രായത്തിൽ എനിക്ക് എൻ്റെ വീട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് പല ജോലികളും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഈസി മണി സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഈ ഒരു ട്രാക്കിലേക്ക് തന്നെ വന്നു. ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അഭിനയം എല്ലാം ബുദ്ധിമുട്ടാണ്. സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ പ്രഷറിൽ നിന്നും കയ്യടി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്ന് മുഖത്തേക്ക് പറയുന്നത്. അങ്ങനെ ആദ്യ സ്റ്റേജ് ഷോ ഓടുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു. സ്റ്റേജ് പക്ഷേ ഞാൻ സ്കൂൾ മുതൽ ഡാൻസ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഷോ ആരുടെ കൂടെ ചെയ്തതാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ലാലേട്ടന്റെ കൂടെ വനിതാ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അത്രയും ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു പാട്ട് 30 seconds ഒക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റിയ സന്തോഷം, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു അമേരിക്കൻ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിയുടെ കൂടെയായിരുന്നു. സുരേഷ് ഏട്ടൻ, സുരാജ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതൊരു നല്ല ടീമായിരുന്നു. അപ്പം അതും ഒരു വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഓർമ്മയാണ്. പിന്നെ സ്റ്റേ ചെയ്തിട്ടുള്ള എല്ലാ ഷോസും പ്രിയപ്പെട്ടത് തന്നെയാണ്. അമ്മയിൽ എന്ത് പരിപാടി ഒന്നെങ്കിലും സരയു ഫ്രണ്ടിൽ കാണും. അല്ല, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കുറേ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കും. സരയു എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കാൻ ഒരു മടിയും ഇല്ലാതെ നിൽക്കും. ഏത് പ്രോഗ്രാം ഏൽപ്പിച്ചാലും, അല്ലെങ്കിൽ എന്ത് അവിടെ ഇപ്പോൾ ഒരു ഡെസ്കിലൊന്ന് തുടയ്ക്കാൻ ഏൽപ്പിച്ചാൽ പോലും മുന്നിൽ നിൽക്കുന്നു എന്നല്ല. അത് ആ സംഘടനയുള്ള സ്നേഹം, അവിടെയുള്ള കലാകാരന്മാർ നമ്മളോട് കാണുന്നത് ഇഷ്ടമായിരിക്കാം അങ്ങനെയൊക്കെ സരയുവിനെ എത്തിച്ചതെന്ന് എനിക്ക് പറയുന്നത്. ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അതെപ്പോഴും എൻജോയ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടിങ്ങനെ ഈ അവാർഡ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഗാലറിയിൽ ദൂരെ പോയിരുന്നിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ കാണുന്നത്. ദൂരെ നമ്മളിങ്ങനെ കാണുകയാണ് ഇവരൊക്കെ പെർഫോം ചെയ്യണമെന്നുള്ളത്. പിന്നെ അതിങ്ങനെ അടുത്തടുത്ത് വന്നു. മുമ്പിലത്തെ സീറ്റായി ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാനുള്ളൊരു അവസരത്തിലേക്ക് എത്തി. പിന്നെ ഇവരുമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയുടെ ഭാഗമാണെങ്കിലും എനിക്കിപ്പോഴും ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു അതിശയവും അത്ഭുതവും ഒക്കെ തന്നെയാണ്. ഇവരൊക്കെ എങ്ങനെ ഇപ്പോഴും ഇത്ര വിനയത്തോടെ പെരുമാറുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. ഇപ്പോഴും ഫസ്റ്റ് ഒരു സ്റ്റേജിൽ കയറുന്ന പോലെയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റിഹേഴ്സ് ചെയ്യുന്നതും അതിനുവേണ്ടി പരിശീലിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. ആ ഒരു കൗതുകത്തിൻ്റെ ഒരു ചെറിയ പാട്ട് ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സഹായിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമാണ്. അപ്പം അത് ഈ വർക്ക് എന്നല്ല, എന്ത് വർക്കാണെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ പെർഫോം ചെയ്യാൻ വർക്ക് ചെയ്യാന്ന് പറയുന്നതും ഇഷ്ടമാണ്. അതിപ്പം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വേണം, സ്റ്റേജിൽ വേണം എന്നൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ ഒന്നുമില്ല. ഏത് പാർട്ടാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. അതിൽ നമ്മൾ ഉണ്ടാകുന്നത് സന്തോഷം. വിളിച്ചാൽ മതി നമ്മളെ, അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ മതി, വിളിക്കണമെന്നില്ല, നമ്മൾ ചെല്ലും. അതൊരു സന്തോഷമാണ്. സിനിമയിലേക്ക് ഉള്ള ഒരു യാത്ര എങ്ങനെയാണ്? സിനിമയിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷനായിരുന്നു. ഒരു സീരിയൽ ചെയ്തതിന് ശേഷം ഒരു നിഴൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായി. അതിനുശേഷം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ എത്തുമ്പോഴാണ് അതിനിടയിൽ ഞാൻ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലും ചക്രമുത്ത് എന്ന് പറഞ്ഞ സിനിമയിലും ചെറിയൊരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഫൈനൽ ഇയർ എത്തുമ്പോഴാണ് കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്, നായികയായിട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ പിന്നെ അവിടെ നിങ്ങളുടെയാണ് ഒരു പ്രോപ്പർ സിനിമ ജേണി തുടങ്ങുന്നതെന്ന് പറയാം. പ്രോപ്പർ സിനിമ ജേണി അല്ല, എൻ്റെ ഒരു ചെറിയ യാത്ര തുടങ്ങുന്നത്, നമ്മുടെ വലുതാണ്. അതെ, നമ്മുടെ വലിയ ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് പറയാം. ഇപ്പൊ എത്ര സിനിമയായി? കൗണ്ട് ചെയ്തിട്ടില്ല, എങ്കിലും ഒരു 50 അടുത്തൊക്കെ ഉണ്ടാവും. നമുക്ക് തൃപ്തിയാവുന്ന സീനുകൾ നമ്മൾ ചെയ്തു പോകുന്നു, നമുക്ക് വേഷങ്ങൾ കിട്ടുന്നു അല്ലേ? ഇപ്പൊ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാവുന്നുണ്ട്. പ്രൊഡക്ഷന്റെ ഭാഗം എങ്ങനെയുണ്ട്? പ്രൊഡക്ഷന്റെ ഭാഗമൊന്നും അല്ല ഞാൻ, പ്രൊഡക്ഷന്റെ ഭാഗം ആകുന്നുണ്ടല്ലോ കൈൻഡ് ഓഫ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ അതും വലിയ സിനിമയാണ്. അതെ, സന്തോഷമുള്ള കാര്യമാണ്. സുരേഷ് ഗോപി നായകനായിട്ടുള്ള സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂട്, ഗൗതം വാസുദേവൻ 3 പേരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആള്. അവിടെ നിന്നാണ് ഞങ്ങൾ പ്രണയിക്കുന്നത്. അപ്പം ആളുടെ ഒരു ജേണിയും എനിക്കറിയാം, ആളുടെ ഒരു പെയിൻ എനിക്കറിയാം, ആളുടെ ഒരു സ്ട്രെസ് എനിക്കറിയാം. ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ് താല്പര്യമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും എന്നല്ലാണ്ട് ഇവരുടെ ഈ ഒരു സ്ട്രഗിൾ നമ്മളധികം കണ്ടിട്ടും ഫേസ് ചെയ്തിട്ടും ഒന്നുമില്ല.
അതായത് ഒരു പ്രൊജക്ട് ഓണായി എന്ന് വിചാരിക്കുന്നു, അവിടുന്ന് ഇത് വഴിമാറി പോകുന്നു, പിന്നെ കുറച്ച് നാൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, പിന്നെ ഒരു ആർട്ടിസ്റ്റിന് അവരുടെ കാര്യങ്ങൾ ഇത് നീണ്ടു പോകുന്നു, അതിനുള്ള ഓട്ടങ്ങൾ, സ്ട്രഗിള്. ഈ ഒരു ഏരിയ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ടെക്നിക്കൽ സൈഡ് അറിയാം, ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് അറിയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ ആൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അവിടെ നിന്ന് ആൾ അസോസിയേറ്റ് ഡയറക്ടർ ആവുന്നു, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആവുന്നു, പിന്നെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെയാണ് ഒരു ഡയറക്ടറായിട്ട് എത്തുന്നത്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ആൾ സഞ്ചരിച്ച പോലെ തന്നെ പാരലലി ആ ഒരു സ്വപ്നത്തിനോടൊപ്പം ഞാനും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്റ്റഡ് ബൈ സനൽ വി ദേവൻ എന്ന് എഴുതി കാണുമ്പോൾ സനലിൽ എത്ര സന്തോഷമുണ്ടോ അതേ സന്തോഷം തന്നെയാണ് എനിക്കും. ആ ഒരു പ്രോസസ്സും ആ ഒരു ജേണിയും അറിയാവുന്നതുകൊണ്ട്. അപ്പം അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് ആൾ കിടക്കുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ള. അടുപ്പിച്ച 2 സിനിമയാവുന്നു. ഒരു സിനിമ കഴിഞ്ഞതേ ഉള്ളൂ, അത് റിലീസായി. ഒരു വർഷത്തിന്റെ ഒരു വർഷത്തെ വലിയ ഗ്യാപ്പായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ആ സിനിമ ഇപ്പൊ ഇറങ്ങിയ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ സനലിനോട് പറയും, ആക്ച്വലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഹീസ് ലക്കി. തീർച്ചയായിട്ടും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം സനൽ ഇങ്ങനെ ചില വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാൻ പറയും, ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സനൽ ഭയങ്കര ലക്കിയാണ്. ഒരു പടം ഇറങ്ങി അധികം വൈകാതെ തന്നെ താരതമ്യേന ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത്. പ്രണയം തുടങ്ങുന്ന ഏത് സിനിമയിൽ വെച്ചാ? വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ. വർഷം. അതിന് അസിസ്റ്റന്റ് ആയിരുന്നു. അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ. അന്ന് പ്രണയം തുടങ്ങി. ആരാണ് ആദ്യം പ്രണയം പറഞ്ഞത്? സനലാണ്. അല്ല, സനല് പറഞ്ഞു. ചെറിയ നോട്ടം ഉണ്ടായിരുന്നു സരയും. ഇല്ല, നമ്മള് നല്ല സുഹൃത്തുക്കളായിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഒരു കല്യാണം എന്നുള്ള ചിന്തയൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ സനൽ ഇങ്ങനെ പറഞ്ഞു, പിന്നെ കുറച്ച് നാളൊക്കെ ഞാൻ നടത്തിച്ചു. അത് കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, നടത്തി. അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ കല്യാണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തണമെന്നുള്ളൊരു സംശയം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാരെന്ന് തോന്നിയപ്പോ മുമ്പോട്ട് പോകും. വീട്ടുകാരോട് പറഞ്ഞു? യെസ്, ഉറപ്പായിട്ടും. സെറ്റിലൊക്കെ അറിയാമായിരുന്നു നിങ്ങളെ പ്രണയം? ഇല്ല, ആരും അറിഞ്ഞില്ല. ഇല്ല, ആ വർഷം ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രണയം ഇല്ലായിരുന്നു. പിന്നെ വർഷമൊക്കെ കഴിഞ്ഞ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതൊരു പ്രണയത്തിലേക്ക് മാറിയത്. ഇല്ല, കാര്യങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ. അതെന്ന് വെച്ചാൽ നമ്മൾ ഇവരെയാണല്ലോ ഈ ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് എപ്പോഴും അധികം വിളിക്കുക. ടെക്നിക്കൽ സൈഡിൽ ADസിനെയൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുക. അതായത് ഞാൻ പാരലി അന്ന് ചാനലിൽ ഒരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ തന്ന ഡേറ്റ് അനുസരിച്ച് ഇത് രണ്ടും കൂടെ ക്ലാഷാ. അപ്പൊ എനിക്ക് സിനിമ വിടേണ്ടി വരും. അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടം. വർഷം പോലെ ഒരു മൂവി വിട്ട് കാണുന്നുണ്ടോ. അപ്പൊ ഞാനിങ്ങനെ സനലിനോട് ചോദിക്കേണ്ടത് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡേറ്റ് മാറാം. അപ്പൊ സനൽ പറയാം, ചിലപ്പോൾ ഈ ഡേറ്റ് ഇങ്ങോട്ട് മാറും എന്നൊക്കെ അറിയും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം കോൺടാക്ട് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ആ ഡേറ്റ് ജീവിതത്തിലെ ഡേറ്റ് ആയി പിന്നെ പ്രണയം സനല് പറഞ്ഞതിന് പിന്നെ വർഷങ്ങളിലെ ഡബിങ്ങിന്റെ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആരോടാണ്? ഞങ്ങളിങ്ങനെ പ്രണയത്തിലാണെന്ന് നമ്മൾ ഒരാളോട് പറയുമല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ വലയത്തിൽ പറയുമല്ലോ. അതങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ അറിഞ്ഞതാണ്. ഒരാളോടായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് രചന ചേച്ചിയാണ്. രചന ചേച്ചി പുണ്യാളന്റെ സിനിമയുടെ ഒരു 100ാം ദിവസത്തിന്റെ ഫംഗ്ഷന് വെച്ചിട്ടാണ് സനൽ എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. രചന ചേച്ചി എന്നെ അറിഞ്ഞത് കുറച്ച് വൈകിട്ടാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോലും പറഞ്ഞത് അതൊരു പെട്ടെന്നാണ് എല്ലാവരും നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിൽ നടത്തുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. ആളത് അങ്ങനെ തന്നെ എപ്പോഴേ എല്ലാവരോടും അറിയിച്ചു. അതെ, ആ ജോലി ആളങ്ങ് ഏറ്റെടുത്തു. നമ്മുടെ ഒരു ബിജു ധ്വനി തിരക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയോഗ്രാഫർ ഉണ്ട്. ആളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഇനി ആരും അറിയാൻ ബാക്കിയുണ്ടായിരുന്നില്ല ആ സമയത്ത്. മൊത്തം പറഞ്ഞു. എന്തായാലും താരസംഘടന അമ്മയിൽ ആക്റ്റീവായ പ്രവർത്തകയാണെന്ന് എനിക്കറിയാം. മറ്റു പല കമ്മിറ്റികളിലും ഉണ്ട്. കഴിഞ്ഞ അമ്മയുടെ ഷോയിലാണ് ആങ്കർ ചെയ്യാൻ വരെ ഉണ്ടായിരുന്നു. അവസാന പ്രോഗ്രാമൊക്കെ ആങ്കർ ചെയ്ത് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയുടെ പ്രോഗ്രാം വരുവാണ്, 30ാം തീയതിയാണ്, ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഈ തവണ വല്ല മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല. ഈ ദിവസം വരെ അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല. ഉണ്ടാകില്ല എന്ന് പറയാനും പറ്റില്ല. അതെ, അതെ, ഞാൻ പറഞ്ഞു, ഈ ദിവസം വരെ അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല. പക്ഷെ എന്തും സംഭവിക്കാം, അറിയില്ല. അങ്ങനെ ഒരു ഭാരവാഹിത്വം കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കും നമ്മൾ. എനിക്ക് ഇപ്പൊ അമ്മയിൽ പ്രവർത്തിക്കാൻ എനിക്കൊരു ഭാരവാഹിത്വം വേണമെന്നൊന്നുമില്ല, ഒരിക്കലുമില്ല. ഞാൻ അത് ആ തുടക്കം വരെ ഒരു മേശ തുടയ്ക്കാനാണെങ്കിലും കാണുന്നു പറഞ്ഞത് ആ പോയിന്റ് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ റെഡി ആയിരിക്കും. എനിക്ക് അത്രയും ആത്മബന്ധമുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൂടെ നമ്മൾ കിടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും അതിന്റെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ പ്രവർത്തിക്കും. ഇടവേള ബാബു മാറും എന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്ങനെ കാണുന്നു? ബാബുച്ചേട്ടൻ മാറുന്നതിനെ എങ്ങനെ കാണുന്നു? അത് നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആവശ്യകതയായിരിക്കാം. ബിക്കോസ് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു വലിയൊരു ലൈഫ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമുക്കറിയാം അദ്ദേഹം എത്രത്തോളം ഭാഗമാണ് ഈ ഒരു കൂട്ടായ്മയുടെ എന്നുള്ളത്.
അദ്ദേഹം ചെയ്യുന്ന പോലെ ഇനി ഒരാൾക്കും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ്. അപ്പം നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് അദ്ദേഹം എന്നും വേണം എന്നുള്ളത്. ആ ഒരു വലിയ പോർഷൻ അവിടെ തന്നെയുണ്ട്. പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അപ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. പക്ഷേ ബാബുച്ചാൻ ഇല്ലാതെ എങ്ങനെയെന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നം. അതെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ചോദ്യചിഹ്നം എല്ലാവർക്കും ഉള്ള ചോദ്യചിഹ്നമാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ പുറത്തു നിന്ന് കാണുന്നു, അമ്മയായിട്ട് അടുത്തേക്കുന്ന എനിക്കും ഒരു ചോദ്യചിഹ്നമാണ്. ഇടവേള ബാബു ഒരു ചോദ്യചിഹ്നമായിട്ട്, കാരണം അത്രയും ഒരു മാർക്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടം വരെയെങ്കിലും എത്തുക എന്ന് പറയുന്നത് ഇനി വരുന്ന ആൾക്ക് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. തീർച്ചയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ദിവസങ്ങളുണ്ട്. നല്ല സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ. എന്തായാലും സരയു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ജീവിതയാത്രയും പറഞ്ഞു. ഇനിയിപ്പം പുതിയ സിനിമ റിലീസിനൊരുങ്ങുന്നു. സുരേഷ് ഗോപിച്ചേട്ടൻ നായകനായ സിനിമ. ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ടുള്ളതാണ്. ആ ലൊക്കേഷൻ ഞാൻ പോയത് സുരേഷ് ചേട്ടൻ. അപ്പോൾ 2 സിനിമകൾ നടക്കുമ്പോഴാണ് ഞാൻ പോയത്. ജയരാജ് സാറിൻ്റെ ഒരു പടവും നടക്കുന്നുണ്ട്. അപ്പോൾ 2 ലൊക്കേഷൻ, ഈ ഇലക്ഷൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയതാണ്. നിങ്ങളുടെ ലൊക്കേഷനിലും പോയാണ്. അന്ന് എല്ലാവരെയും കണ്ടതാണ്. സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഒത്തിരി സിനിമകൾ ചെയ്യണം. ഇനി സനലുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാനൊക്കെ. പ്രഷർ 2 പേരും ആക്ഷനും കട്ടും പറയുന്ന അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? നോക്കാം, സമയമുണ്ടല്ലോ. അല്ല, ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ? സമയമുണ്ടല്ലോ. ഒത്തിരി സന്തോഷം സരയു. എനിക്ക് ഒരുപാട് സന്തോഷം ചേട്ടാ. കുറേ നാളായിട്ട് ഓപ്പണായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ സന്തോഷം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, തിരിച്ചും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.